ഹായ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഞാൻ കുറച്ച് വൈഡ് ഔട്ട്സൈഡ് ഏരിയക്കാണ് പടം കണ്ടിട്ട് വന്നേ ഉള്ളൂ. നമുക്ക് ഏതായ പടം എന്നറിയാം, സോ ആ പടത്തിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പടത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. കാരണം എക്സ്പെക്റ്റേഷൻ ഈ പടത്തിനെ കൊല്ലും. അത് ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം. എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ വാച്ചബിൾ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫാൻസ് എൻജോയ് ചെയ്യൂലേ, ആ മൂവ്മെൻ്റാണ് കൂടുതൽ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് കുറേ ഇൻട്രോ ഒക്കെ ഉണ്ട്, കുറേ പാട്ടുകളുണ്ട്. സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യും, ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ കഥ ഒന്നും തന്നെ പറയാനില്ല, കഥയില്ല സത്യത്തിൽ. ഒരു നോർമൽ റിവഞ്ച് സ്റ്റോറിയെ ഇങ്ങനെ സ്പോയിലർ ഞാൻ വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ കൊണ്ട് പോകരുത്. ഒരു നോർമൽ റിവഞ്ച് സ്റ്റോറിയാണ്. അതിനെ ഇങ്ങനെ ഒരു കൂടുതൽ പറഞ്ഞു പോകും. സോ അത് ഞാൻ പിന്നെ ഒരു റിവ്യൂ പറയാം. പടം എങ്ങനെ വെച്ചതെന്ന് കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിളാണ്. സൂപ്പറായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. അടിപൊളിയായിട്ട് നമ്മളൊരു ഫാൻസ് എങ്ങനെ ചെയ്യുമോ അതിൻ്റെ അനുസരിച്ച് ചെയ്യും നമ്മൾ ഒരാളെ. പിന്നെ കുറേ ഇടത്തൊക്കെ സ്പൂഫുണ്ട്, കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. പല എന്തൊക്കെയുണ്ട്. പടം വേറെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പാട്ട് ഒന്നേ ഉള്ളൂ. പിന്നെ ഒരു മദർ സെൻറ്റിമെൻറ്റ് സോങ്ങാണ്. അത് വളരെ ആയിട്ടൊന്നുമില്ല, പക്ഷേ മറ്റേ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അഴിഞ്ഞാട്ട്, അത് തന്നെ, അതൊരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു പടത്തിൽ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതേപോലെയാണെങ്കിൽ അടുത്ത പടം ഉടനെ ഇറക്കരുത്. നമ്മൾ കുറേയൊക്കെ ബോറടിച്ചതിന് ശേഷം തോന്നും അയ്യോ ഇനി ഒരു സന്തോഷിക്കാൻ പറ്റിയ പടമെന്ന്, അപ്പം ഇറക്കും ഇത്. ഇനി കുറേ എന്തൊക്കെയോ അങ്ങനെയാണ് പടം വന്നിരിക്കുന്നത്. അതിൽ ഒന്നും പറയാനില്ല. പക്ഷേ നിങ്ങൾ ഇതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. ആ ഒരു എൻജോയ്മെൻറ്റ് വീട്ടിൽ ഇരുന്ന് കിട്ടൂല. ഓക്കെ, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് വേണ്ടത്. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഞാൻ ഒന്നും കൂടി പോവും, ഇപ്പം പറ്റൂല, എന്തായാലും ഒരു പ്രാവശ്യം കൂടി പോവും, എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമേ, വേറെ ഒന്നുമല്ല. സോ നമുക്ക് പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണാം.